അത് ലഭിച്ചിട്ടുള്ളത് 2022 ആറ് റൈറ്റേഴ്സിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. മഹാദേവി വർമ്മയ്ക്ക് 1982. ഹായ് എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഹിന്ദിയിലെ പുരസ്കാരങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. നമുക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാർ, വ്യാസ സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഒരുപാട് റൈറ്റേഴ്സിന് ഇപ്പോൾ 2023 ആർക്കൊക്കെ കിട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാർ ആണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ എത്ര റൈറ്റേഴ്സിന് കിട്ടി, ഹിന്ദി സാഹിത്യ രചനയിൽ എത്ര റൈറ്റേഴ്സിന് അത് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താണ്, ഓപ്ഷൻസിന് ഏത് എക്സാം നിങ്ങൾ എടുത്താലും അതിലേക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്, ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെങ്കിൽ കിട്ടിയത് ആർക്ക് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം പഠിക്കുമ്പോഴേക്കും ഡീറ്റെയിൽ ആയിട്ട് ആർക്കൊക്കെ കിട്ടിയെന്ന് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ജ്ഞാനപീഠ പുരസ്കാറിലേക്ക് പോവാം. ഹിന്ദി ജ്ഞാനപീഠ പുരസ്കാർ ഫസ്റ്റ് 1968 ഫസ്റ്റ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. ആർക്കാണ് കിട്ടിയത്? സുമിത്രാനന്ദൻ പന്തിന് അദ്ദേഹത്തിന്റെ രചന ചിദംബരയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. രണ്ടാമത് രാംധാരി സിന്ദൻകർ ഉർവശി എന്ന് പറയുന്ന രചനയ്ക്ക് 1972 ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കി. അടുത്തത് മൂന്നാമത്തെ നോക്കുക. സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായൻ അഖിയുടെ പൂർണ്ണനാം എന്താണ്? സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായൻ അഖി എന്നാണ്. അദ്ദേഹത്തിന്റെ രചനയായ കിത്തനി നാവോമേ കിത്തനി ബാർ എന്ന് പറയുന്ന രചനയ്ക്ക് 1978 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ആ ഒരു ഓർഡറിൽ തന്നെ മാക്സിമം പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത നോക്കുക. മഹാദേവി വർമ്മയ്ക്ക് 1982 യാമ എന്ന് പറയുന്ന രചനയില് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. ദെൻ ബാക്കിയുള്ള റൈറ്റേഴ്സിനൊക്കെ അവരുടെ സമ്പൂർണ്ണ സാഹിത്യ രചനയ്ക്കുള്ള അംഗീകാരമാണ് കിട്ടിയത്. നരേഷ് മെഹത്ത എന്ന് പറയുന്ന റൈറ്ററിന് 1992. ദെൻ നിർമ്മൽ വർമ്മ 1999. കുംവർ നാരായൺ 2005 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ദെൻ അടുത്ത റൈറ്റർ നോക്കാം. 2009 ശ്രീലാൽ ശുക്ല. ദെൻ 2009 തന്നെ അമർകാന്ത് എന്ന് പറയുന്ന റൈറ്ററിനും ലഭിച്ചിട്ടുണ്ട്. ദെൻ കേദാർനാഥ് സിൻഹ 2013. ദെൻ കൃഷ്ണ സോഭതി 2017. 2017 വരെയാണ് നമ്മുടെ ഹിന്ദി സാഹിത്യ രചനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് നേടിയത് 2017 കൃഷ്ണ സോഭതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഹിന്ദിയിൽ നേടിയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള റൈറ്റേഴ്സിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്യാസ സമ്മാൻ 2023 ആരാണ് വ്യാസ സമ്മാൻ നേടിയത് നമുക്ക് നോക്കാം. വ്യാസ സമ്മാൻ നേടിയത് ആരാണ്? പുഷ്പ ഭാരതി എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹത്തിന്റെ രചനയായ യാദേം യാദേം ഓർ യാദേം എന്ന് പറയുന്ന രചനയ്ക്കാണ്, ഒരു ഉപന്യാസത്തിനാണ് അദ്ദേഹം വ്യാസ സമ്മാൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 2023 സാഹിത്യ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയത് സഞ്ജീവ് എന്ന് പറയുന്ന റൈറ്ററാണ്. മുझे പെഹചാനോ എന്ന് പറയുന്ന ഉപന്യാസത്തിനാണ് 2023 സാഹിത്യ അക്കാദമി പുരസ്കാരം സഞ്ജീവ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന പുരസ്കാരം അവാർഡ് അത് ലഭിച്ചിട്ടുള്ളത് 2022 ആർക്കാണ് നമുക്ക് നോക്കാം.
വംശം എന്ന് പറയുന്ന സംസ്മരണനാണ് ശിവശങ്കരിക്ക് സരസ്വതി സമ്മാൻ 2022 ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ വരുന്നത്. അതിൽ നമ്മൾ ഓരോ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോഴും ജ്ഞാനപീഠ പുരസ്കാരം പഠിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കിട്ടിയിട്ടുള്ള റൈറ്റേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. കാരണം എക്സാമിന് അവരെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്, അവരിൽ ഏത് രചനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ ഹിന്ദി സാഹിത്യത്തിൽ കിട്ടിയിട്ടുള്ള മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ള അവാർഡ്സിനെ കുറിച്ച് എല്ലാവരും പഠിച്ചു വെക്കുക. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഓക്കെ, ഹയർ സെക്കൻഡറി അധ്യാപകരാവാനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ. ഇനി HST ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് എന്ന് പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. സെറ്റ് എക്സാം പാസ്സാവാൻ ഇതുവരെ കഴിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? CCയോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്കറിയാം CCയിലെ ഹിന്ദി മാത്രമല്ല, ജനറൽ പേപ്പർ ഹിന്ദി, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മലയാളം, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ സബ്ജക്റ്റും സെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതാണ് ഇത്തവണത്തെ നമ്മുടെ സെറ്റ് റിസൾട്ട്. ഹിന്ദിക്കും വളരെ മികച്ച റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ HST ഹിന്ദി അധ്യാപകരാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് എക്സാം ആണ്. നിങ്ങൾ ആദ്യം അത് പാസ്സായിരിക്കണം അല്ലേ? അപ്പൊ ഇതുവരെ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാതെ വിഷമിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് CCയോടൊപ്പം ജോയിൻ ചെയ്യുക. ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. ഇതുപോലുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.